ിൻ്റെ നമ്മളെ വീഡിയോ ചെയ്തില്ലേ. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെയൊക്കെ എൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടോയ് കാർ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ എന്ന്. സോ അവർക്കുള്ളതാണ് ഈ മുതൽ. ഇതൊരു പ്രോ ഡ്രിഫ്റ്റർ വണ്ടിയാണ്. സോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വണ്ടി വെച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇന്നലെ ടയറിൻ്റെ വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് റിയർ വീൽ ഡ്രൈവ്, ടയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിലറിൽ ഉണ്ടായത് കൊണ്ട് എനിക്ക് വണ്ടി ടയർ തിരിച്ച് കാണിക്കാണ്ട് പറ്റില്ല. സോ ഇത് കിടക്കട്ടെ. ടയർ നമ്മൾ പറഞ്ഞു. അടുത്ത് നമ്മൾ വരുന്നത് ഇൻറ്റീരിയർ ഭാഗത്തേക്കാണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. റേസിംഗ് സീറ്റ്സാണ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ അവിടെ കാണുന്നില്ലേ ഈ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ, ഇത് റോൾ കേജാണ്. സോ സേഫ്റ്റിക്ക് വേണ്ടിയാണ് റോൾ കേജ് ഉണ്ടാക്കുന്നത്. റോൾ കേജിൻ്റെ പിറകിലൊരു ഫയർ വാളുണ്ട്. അവിടെയാണ് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ വരിക. ഇൻ കേസ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആ ഫയർ വാൾ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് എപ്പോഴും ഫയർ എക്സ്റ്റൻഷറും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ ആ കാണുന്നത് റേസ് ഫ്യൂലിൻ്റെ, അതായത് ഇതിലാണ് റേസ് ഫ്യൂൽ ഫില്ല് ചെയ്തിട്ടായിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്യാനാണത്. പിന്നെ വേണ്ടത് ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക്. ഇതാണ് ഈ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക്, ഈ കാണുന്ന സാധനം. പിന്നെ നമ്മളെ സ്റ്റിയറിംഗ് മൗണ്ട്, സ്റ്റിയറിംഗിലൂടെ താഴെ എവിടെയോ ഉണ്ട്. സോ ഇൻറ്റീരിയർ കഴിഞ്ഞു. പിന്നെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും അല്ല, തേർഡ് ഫോർത്ത് ഈ 2 ഗിയറിലാണ്. അതായത് ക്ലച്ച് ഡംപ് ചെയ്തിട്ടാണ് ചെയ്യുക. അതായത് ഹൈ RPM. ഈ ഡ്രിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ എപ്പോഴും മിനിമം 4500 to 5000 RPM ആ റേഞ്ചിലാണ് ഉണ്ടാവുക. ആ പവർ എപ്പോഴും ഗ്രാജുവലായിട്ട് തന്നെ വീൽസിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ല വീൽ ലോക്കിങ്. വീൽ ലോക്കിങ് വെച്ചാൽ ഇമാജിൻ നമ്മൾ ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്തിട്ടായിട്ട് ഒരു കർവിലേക്ക് എത്തി. കർവിലെത്തുന്ന സമയത്ത് അവർ ക്ലച്ച് ഡംപ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്ക് വലിക്കാം. ഹാൻഡ് ബ്രേക്ക് വലിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഭാഗത്തേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ വീൽ ലോക്കാവും, അപ്പുറത്തെ വീല് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സെയിം സമയത്ത് തന്നെ പിറകിൽ റിയർ വീൽ ബ്രേക്ക് പവറും പോകും. ഇതൊക്കെ ആവുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡ് 2 സെക്കൻഡിനകത്താണ് ഇതൊക്കെ നടക്കുന്നുള്ളത്. അപ്പോൾ ഒരു ഡ്രിഫ്റ്റയുടെ ഫ്രൂട്ട് വർക്ക് തലക്ക് നമ്മളുടെ നമ്മളുടെ ബ്രെയിനിൻ്റെ റിയാക്ഷൻ ടൈം, ഇതൊക്കെ ഭയങ്കര എന്താ പറയുക കെയർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് കുറേ ട്രെയിൻ ചെയ്താൽ അലവലത്തുള്ളൂ. പിന്നെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ ഫൈബറിൻ്റെ ബോഡിയാണ്, വണ്ടിയുടെ ഒറിജിനലല്ല. നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ചേസ് എടുത്തിട്ട് ഇതിൽ മാക്സിമം വെയിറ്റ് കുറക്കും. ഈ വണ്ടിയുടെ എനിക്ക് തോന്നിയ അറൗണ്ട് 1.6 അങ്ങനെ എന്തോ വെയിറ്റ് ഉണ്ടാവും. പക്ഷേ ഡ്രിഫ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് മാക്സിമം വെയിറ്റ് കുറക്കും വണ്ടിയുടെ. എത്ര കൊണ്ട് കുറക്കാൻ പറ്റുമോ അത്ര കുറക്കും. ഈ ചേസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കും. ഒരു ഭാഗം മുതൽ അങ്ങോട്ടേക്ക് കട്ട് ഒഴിവാക്കും. പിന്നെ ഈ ഫൈബറിൻ്റെ സാധനം പിന്നെ വെക്കാം. ഇതാണ് ഇതിൻ്റെ പിറകു വശം. ചില വണ്ടിയൊക്കെ ടൈലിട്ടുണ്ടാവും, ചിലതിന് ടൈലൈറ്റ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ റേഡിയേറ്റർ ഇവിടെ കിടപ്പുണ്ട്, പിറകിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. സോ എയർ ഫ്ലോ ഡയറക്റ്റ് ഇവിടെ വെക്കാൻ കാരണം ഈ എയർ റേഡിയേറ്ററിലേക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്തിട്ട് പൊയ്ക്കോളും. അതൊന്ന്. പിന്നെ എൻജിൻ, ഇത് LS എൻജിനാണ്. പിന്നെ കോർവെറ്റിൻ്റെ എൻജിനാണ് ആക്ച്വലി ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മളുടെ ടോട്ടൽ ബോഡിയാണ് കാണുന്നത്. സോ ഇത് പൊന്തിക്കാൻ കുറച്ച് പണിയുണ്ട്, ക്ലിപ്സൊക്കെ അയക്കേണ്ടി വരും. എൻജിൻ റൂമാണ് കാണുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ. തുമ്പിക്കൈന്ന് പറയാം ഞാനാണ്. ഏറ്റവും പവർഫുള്ളായ എൻജിൻ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയ വണ്ടിയിലേക്കാണ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ടാണ് LS വെക്കുന്നത്. കൂടാതെ ഈ എൻജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുള്ളി ബിൽറ്റ് അപ് ടു 800 വരെ ഇതിന് ഹോഴ്സ് പവർ ഉണ്ട് ഫ്യൂൽ റേസിങ്ങിൽ, അതായത് നമ്മളുടെ റേസിംഗ് ഫ്യൂലിനകത്ത്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടി എല്ലാ റേസിന് പോയ ശേഷം ഈ എൻജിൻ കംപ്ലീറ്റ്ലി സ്ട്രിപ്പ് ചെയ്ത് രണ്ടാമത് റീബിൽറ്റ് ചെയ്യണം. ഈവൻ റേസിൻ്റെ ഇടയിൽ തന്നെ വണ്ടിയുടെ എൻജിന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഈ ഒരു മോട്ടോർ സ്പോർട്സ് ആക്ച്വലി ഹൈലി എക്സ്പെൻസീവാണ്. ഇതിൻ്റെ ടയേഴ്സിൻ്റെ കോസ്റ്റൊക്കെ ഈ ഒരു ടയറിന് ഏകദേശം 135 dirhams വരും. അപ്പോൾ ഈ ഒരു ടയർ നമുക്ക് ഒരു റേസിൽ 4 പ്രാവശ്യം യൂസ് ചെയ്യേണ്ടി പറ്റും. അതിനകത്ത് ഈ ടയർ പോകും. സ്പെഷ്യലി റിയർ ടയേഴ്സ്, ഇതാണ് ഏറ്റവും കൂടുതൽ തേഞ്ഞ് തീരുന്നത് ഫ്രണ്ട് ടയറിനേക്കാളും. അപ്പോൾ ഇതിൻ്റെ ഈ കടന്ന പോലെ ടയേഴ്സ് എപ്പോഴും കൂടെ വെക്കണം. ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എയർ പ്രഷർ ഇതിനൊക്കെ എന്താ പറയുക ഒരു
റൂളുണ്ട്. ഇത്ര എയർ പ്രഷർ ഈ ടയറിൻ്റെ അകത്ത് ഉണ്ടാവണം എങ്കിലേ പ്രോപ്പറായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓൾ വീൽ ഡ്രൈവിൻ്റെ കാര്യം ചോദിച്ചവരോട്, ഓൾ വീൽ ഡ്രൈവ് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ വണ്ടിയുടെ പവർ പോകുന്ന 4 വീലിലേക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ്ലി ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് റിയൽ വീൽ ഡ്രൈവിലേക്ക് മാത്രം പവർ പോകുന്ന സമയത്ത് വണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈസിയാണ്. ഫ്രണ്ടിലത്തേത് ജസ്റ്റ് നമ്മളുടെ 2H പോലെ 2 വീൽ ഡ്രൈവ് ഉള്ള വണ്ടി പോലെയാണ്. പിറകിലേക്ക് മാത്രമേ പവറുള്ളൂ, ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ബ്രേക്ക് കാര്യങ്ങൾ ലോക്കിൻ്റെ മാത്രം. സോ ഇതാണ് ഡ്രിഫ്റ്റിൻ്റെ ഏകദേശ ഡീറ്റെയിൽസും കാര്യം.